അപ്പൊ നമ്മളിങ്ങനെ ഈജിപ്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈജിപ്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിടെ എത്തിയതിന്റെ ശേഷം അവിടെ താമസിക്കുന്നത് ദർവാസ എന്ന് പറയുന്ന സ്ഥലത്താണ്, അഥവാ ഓൾഡ് കൈറോയിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ദർവാസ എന്ന് പറയുന്നത്. ഈ ദർവാസ എന്ന് പേര് വരാൻ കാരണം തന്നെ അവിടെ ഫുള്ള് സ്ഥലത്തിന്റെ പേരാണ്. അഥവാ ഫുള്ള് അവിടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അഥവാ ഇന്റർനാഷണലി മൊത്തം സ്റ്റുഡൻസ് ഒക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. ഫുള്ള് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് തന്നെ ദറാസ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ ഗല്ലിയിലാണ് താമസിക്കുന്നത്. ഗല്ലി എന്ന് പറയുമ്പോൾ ഫുള്ള് ഉള്ളിലൊക്കെ ഫുള്ള് ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. ഫുള്ള് വലിയ നമുക്ക് ഒരുപാട് മാർക്കറ്റുകളും ഫുഡ് സ്ട്രീറ്റുകളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. കാരണം ഏറ്റവും കൂടുതൽ വിദേശികൾ നിൽക്കുന്നത് തന്നെ അവിടെയാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യക്കാരുള്ളത് ഇന്തോനേഷ്യക്കാരാണ് അവിടെ. പൈസക്ക് താമസിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പൈസക്ക് അല്ലാതെ അഥവാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്കോളർഷിപ്പോട് കൂടെ താമസിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ ആക്ച്വലി അവിടെ റെന്റിനാണ് നിൽക്കുന്നത്. റെന്റ് അധികം പേരും അവിടെ എടുക്കുന്നത് ഇപ്പോൾ ഷെയർ ആയിട്ടാണ് എടുക്കുക. ഒരാൾക്ക് 1000 രൂപയ്ക്ക് വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഒരു മാസം പറയുന്നത്. ഇന്ത്യൻ റുപ്പി ഒരു മാസം 1000-നും 1200-നൊക്കെ അവിടെ സ്റ്റേ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും പുറത്തൊക്കെ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ പോകുമ്പോൾ തന്നെ അവിടുത്തെ ഓരോ ഫുഡുകളൊക്കെ നമ്മൾ പോകുന്ന ടൈമിൽ തന്നെ നമുക്ക് കുനാഫയൊക്കെ ഇഷ്ടംപോലെ കാണാൻ കഴിയും. കുനാഫ, ബക്ലാവ എന്നൊക്കെ പറയുന്ന അറബിക് ഡിഷ് നമുക്ക് ഭയങ്കര, ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ്. ഏകദേശം ഒരു കുനാഫത്തിന് 300 രൂപ വരും. അവിടെ കുനാഫ എന്ന് പറയുന്നത് സ്വീറ്റിയാണ്, നല്ല അടിപൊളി സാധനമാണ്, സ്വീറ്റ് ടൈപ്പ്. അപ്പൊ അവിടെ ജസ്റ്റ് അത് 10 രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. ഭയങ്കര ഇത്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള, നമ്മളവിടെ എത്തിയിട്ടല്ലോ ഓരോ ഫുഡൊക്കെ കഴിക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. റൂമില് നിർമ്മിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല, റൂമിൽ ഉണ്ടാക്കും, പക്ഷെ നമ്മൾ പുറത്ത് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് സലാഡൊക്കെ ആയിട്ട് മേടിച്ചു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു ഫ്രൂട്ട് സലാഡ് ടൈപ്പാണ്. പിന്നെ അന്ന് ഞാൻ നേരെ പോയത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലോട്ടാണ്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല ഭാഗത്തായിട്ടാണ് അതിൻ്റെ സെറ്റപ്പ് കിടക്കുന്നത്. എന്നാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി മസ്ജിദാണ്. അതുപോലെ തന്നെ കുലിയ കോളേജ് ഉണ്ട്, അത് കോളേജുണ്ട്. ഞാൻ ആദ്യം അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി പോയപ്പോൾ റിയലി തന്നെ ഒരുപാട് ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ, കാരണം റമദാൻ മാസമല്ല, അതുപോലെ തന്നെ നിസ്കാര ടൈമല്ല, പക്ഷെ പള്ളി ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ണ് ഭയങ്കര ഇതായി പോകും, നിറഞ്ഞു പോകും. അത്തരത്തിലുള്ളൊരു നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു. കാരണം ഫുള്ള് എല്ലാവരും ഇങ്ങനെ ഓരോ ഇൽമി ആയിട്ടുള്ള ചർച്ചകൾ. ഇവിടെ ഒരു ക്ലാസ്സാണ്, ഒരു ക്ലാസ്സുകളൊന്നും അല്ല, പള്ളി ഫുള്ള് അതിന് പുറത്ത് ക്ലാസ്സുകളുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ പുറത്തെ ഇങ്ങനെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെറുപ്പക്കാർ മാത്രമായിട്ട് കണക്കാക്കരുത്. ചെറുപ്പക്കാർ മുതൽ വയസ്സായ ആളുകൾ വരെ പഠിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് ചുറ്റും ഓരോരുത്തർ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട്, പള്ളിനുള്ളിലാണെങ്കിൽ അപ്പുറത്ത് ക്ലാസ്സുകൾ. നമുക്കിപ്പോൾ അറബി ഫ്ലുവൻ്റ് ആക്കണം, അതുപോലെ തന്നെ അറബി ഖുർആന്, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ ഗ്രാമർ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഫിഖ് ടൈപ്പ്, തഫ്സീർ, ഏത് ഫന്നു ആണെങ്കിലും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള അസ്ഹറിൻ്റെ ക്ലാസ്സുകൾ അവിടെ 2-3-4 സ്ഥലത്ത് ഓരോ ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ശരിക്കും അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാൻ അതുവരെ ഇങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഇന്റർനാഷണലി ബോണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുറേ ഇന്തോനേഷ്യൻസ് ആയിട്ട് ഫ്രണ്ട് ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ തന്നെ എല്ലാ രാജ്യക്കും, ഇന്തോനേഷ്യ മാത്രമല്ല കേട്ടോ, അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ പോരാത്തതിന് വരാറുണ്ട്. എല്ലാ രാജ്യക്കാരും അവിടെ നിന്ന് പഠിക്കാൻ, നമുക്കിങ്ങനെ അടുത്ത് പോയിട്ട് അവരായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുക, പുതിയ ആളുകൾ. സ്ഥിരമായിട്ടുള്ള ഒരു ഹസ്രത്ത് ഉസ്താദ് ഉണ്ട് അവിടെ, ഒഫീഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അതല്ലാതെ ഇപ്പം പഠിക്കാൻ പറ്റുന്ന കുറേ ടീം ഉണ്ടാവും. അതിൻ്റെ ഒരു അംഗമുണ്ട്, അത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് മെയിനായിട്ട് അവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇരിക്കാൻ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു കാലാവസ്ഥയും ആ ഒരു ഇതൊക്കെ ആയിട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പോരാത്തതിന് ഒരുപാട് സുഡാനി ഫ്രണ്ട്സ് ഉണ്ടാവും. നല്ല അവരൊക്കെ നല്ല ഒഫീഷ്യൽ അറബി സ്പീക്കേഴ്സാണ്. അപ്പോൾ അവർ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്.
പോരാത്തതിന് സുഡാനികളൊക്കെ നമുക്ക് ഒരുപാട് അവിടെ കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ സുഡാനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധം നടക്കുന്ന ടൈമിൽ അവിടെയുള്ള കുറേ ആൾക്കാർ ട്രെയിനിൽ പോയി വരാൻ കഴിയും അവിടേക്ക്. അപ്പൊ അങ്ങനെ വരുന്ന കുറേ ആൾക്കാരുണ്ട്, ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ കാണാൻ കഴിയും. സുഡാൻ മാത്രമല്ല, എല്ലാ രാജ്യക്കാരും, ഏത് രാജ്യക്കാരായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കുന്ന, റിലേഷൻ ഉണ്ടാക്കുന്നവരായിട്ട് പുതിയ കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്യാനും എഡ്യൂക്കേഷൻ നേടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് അൽ അസർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഖുർആനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു മൊത്തത്തിലൊരു കുളിർമ ഏകുന്ന കാഴ്ചയാണ്. ശരിക്കും തന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ